ഹായ്, നമസ്കാരം. ഇന്ന് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ആത്മഹത്യ ചെയ്തു. വളരെ സിമ്പിളായിട്ടൊരു സംഭവം പോലെയാണ് പറയണത്. നമുക്ക് പറയാം, അയ്യോ വേണ്ടിയിരുന്നില്ല, അവർക്ക് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ അതിനെ ഒന്ന് അതിജീവിച്ച് പോവായിരുന്നു എന്ന്. പക്ഷേ അവഗണനയുടെയും ചതിയുടെയും പറ്റിക്കലിൻ്റെയും പിന്നെ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നലും, പിന്നെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ പെട്ടെന്നൊരു നിമിഷം ആയിരുന്നില്ല, അവർ നമ്മളെ സ്നേഹിക്കുകയായിരുന്നില്ല, നമ്മളെ പറ്റിക്കുകയായിരുന്നു എന്നറിയുമ്പോൾ അതേമാതിരി പല സംഭവങ്ങളും പീഡിപ്പിച്ചിട്ട് സഹിക്കാൻ വയ്യാതാവുമ്പോൾ അത് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ വരുമ്പോൾ ഇത് ഞാൻ ഇൻഡിവിജ്വലായിട്ടല്ല, കുടുംബത്തോടെയുണ്ട്. പല കുടുംബങ്ങളിലും ഒരാളെ ഒറ്റപ്പെടുത്തുക, അയാളെ പുറത്താക്കുക, അങ്ങനെയുള്ളതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടോ അറിയാതെയോ അങ്ങനെ പലതും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മാനസികാവസ്ഥ, ഒറ്റപ്പെടലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ഒരു ചിന്ത. അഭിമന്യു ചക്രവ്യൂഹത്തിൻ്റെ നടുവിൽ പെട്ടിട്ട് ഒറ്റയ്ക്ക് പോരാടി പുറത്ത് വരാൻ പറ്റാതെ അവസാനം മരണം വരിച്ചു. അതുമാതിരി ഒരു അവസ്ഥയിലെത്തുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലെത്തുമ്പോൾ ഓരോരുത്തരും പലതരത്തിലാണ് അതിനെ പ്രതികരിക്കുക. ചിലവർ നിത്യശാന്തി, മരണം അതിനെ സ്വീകരിക്കാമെന്ന് തീരുമാനിക്കും. ചിലവർ വന്നിട്ട് ഉന്മാദാവസ്ഥ, അവനവൻ്റേതായിട്ട് സ്വന്തമായിട്ടൊരു ലോകം ഉണ്ടാക്കി അതിൽ സന്തോഷം കണ്ടെത്തി, അതിൽ പരിഭവം പറഞ്ഞ്, അതിൽ കുറ്റം, മറ്റുള്ളവരാരും വേണ്ട, എനിക്ക് ഞാൻ മാത്രം എന്നുള്ളൊരു ലോകത്തിലേക്ക് ഒതുങ്ങി ഭ്രാന്ത് എന്ന് മുദ്രകുത്തി നമ്മളവരെ പുറത്താക്കും. പക്ഷേ അതിൽ ഇനിയൊരു കൂട്ടരുണ്ട്, എങ്ങനെയും ഈ സമയം കടന്നു പോകും, ഞാൻ ഇതിനെ അതിജീവിക്കും, ഈ പ്രതിസന്ധി ഞാൻ അതിജീവിക്കും പറഞ്ഞ് ജീവിതത്തിൻ്റെ നൂൽപ്പാലത്തിലൂടെ അക്കരെ കടക്കണവർ. അവരാണ് യഥാർത്ഥത്തിൽ നിശ്ചയദാർഢ്യമുള്ള ആൾക്കാർ. അതുമാതിരിയുള്ള ആ ഒരു ധൈര്യവും നിശ്ചയദാർഢ്യമാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ വരുത്തേണ്ടത്. പലർക്കും പറയാം, പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ. പിന്നെ ചിലവർ പറയണ കേട്ടിട്ടില്ലേ, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയുമെന്ന്. അത് അവരവരുടെ അഹങ്കാരം കൊണ്ടോ അല്ലെങ്കിൽ സ്വാർത്ഥത കൊണ്ടോ പറയുന്ന കാര്യമല്ല. അവരത് പറയാൻ കാരണം അവർ ആ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഉള്ള ആ ജീവിക്കാനുള്ള ത്വര, ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ള ആ ഒരു സന്തോഷം, അതുകൊണ്ട് പറയണതാണ് അവരത്. പിന്നെ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ സമാധാനവും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും നമ്മൾ പണയം വെച്ചിട്ട് കാലിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലയോ, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട, മറ്റുള്ളവരുടെ സന്തോഷം, മറ്റുള്ളവരുടെ പ്രീണനം, മറ്റുള്ളവരുടെ തൃപ്തി, അത് നോക്കിയിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. അത് തെറ്റാണ്, അങ്ങനെ പാടില്ല. നമുക്ക് സന്തോഷവും സമാധാനം ഉണ്ടെങ്കിലേ നമുക്കത് മറ്റുള്ളവർക്കും കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ സന്തോഷത്തിലിരുന്നാലേ നമ്മുടെ കുടുംബം സന്തോഷത്തിലിരിക്കൂ. അതൊരിക്കലും മറക്കരുത്. ദയവ് ചെയ്ത് എല്ലാവരും അവനവൻ്റെ സന്തോഷവും അവനവൻ്റെ സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കുക, അവനവന് വേണ്ടി ജീവിക്കുക.